എന്ന ചിത്രത്തിൽ നായികനായി എത്തുന്നു ഭാഗ്യശ്രീ വിത്ത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ. നമസ്കാരം കൊച്ചി. എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണോണ്ട് ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IMGM ഷൂട്ട് ചെയ്തതാണ്. IMGM ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുണ്ട് ആക്കി എന്റെ സൗണ്ട് പോയി. 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നത് അറിയാം. എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IMGM നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ഷൂട്ട്. ഞാനിപ്പോൾ ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്തു. ഇയാളായിട്ട് ഞാൻ നിറയെ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. ഞാൻ പറഞ്ഞ സെൽവ എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ. പുള്ളി പറഞ്ഞു സാർ ഒരു 10 മിനിറ്റ് കൂടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നെറേറ്റ് ചെയ്ത ഒരു ആളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറേറ്റ് ആണ് ഒരു 4-5 മണിക്കൂർ എടുത്തു. ഒരു 10 മണിക്കൂറൊക്കെ ഇരുന്ന് കേട്ടിട്ടാണ് ഞാൻ ഇതിന്റെ നറേഷൻ കേൾക്കുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾ തമിഴിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും. ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇതേവരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണയും ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മൂമെൻ്റാണ്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും കനീസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവിയാണ്. സമുദ്രക്കനി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ, ഒരു മെന്ററിനെ പോലെ, ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ ഗോഡ് എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്ട് തരികയും അത്രയും സ്പേസ് തരികയും ഞാൻ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സാധനമില്ല. അപ്പം അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഇതിന് ശേഷം എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കാന്തി ഒന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനി സാർ. അപ്പം എല്ലാവരും ഇത് അത്രയ്ക്ക് എനിക്കിത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ വെറും 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽവമണി സെൽവാഷ് നമ്മുടെ ഡയറക്ടേഴ്സ് ഒരു വലിയ ടാലൻ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അദ്ദേഹം ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ട്, കണ്ടു നോക്കുക. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത്. അദ്ദേഹത്തിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീട് ഒരു 5-6 മാസം ഇതിൻ്റെ ഷൂട്ടിലും ഒരു 10 മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല. ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എനിക്കൊരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്ര സമയം കിടക്കുക. പക്ഷേ every moment, every second we spent on this film has been absolutely worth it. ഭാഗ്യശ്രീ ബോർസെ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി
ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു 5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ച് ഇപ്പൊ നിലവിൽ വലിയ സ്റ്റാറാണ്. നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാ വിധത്തിലും പറയും ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ. ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും. പിന്നെ എനിക്കും റാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ടപ്പോൾ ഇപ്പം ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം അവരത്രയും പ്രശ്നങ്ങളാണ്. അവിടെ എല്ലാവരും പ്ലീസ് എല്ലാവരും പോയി സിനിമ കാണണം. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് എല്ലാവർക്കും ഇവരുടെ ചാൻസ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. You know, we have to ask you this. Bhagyashree, you've watched Dulquer's films, right? Tell me some of your favorite Dulquer films. There are so many, but Telugu, he's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best scripts, I would say. Yeah? Okay. I think he has a thing for, like, the retro period. A retro star. I mean, Mahanati. ഞാൻ സ്വയം അതെന്താ? ആക്ച്വലി ഈ സിനിമ കാന്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ ഞാനൊക്കെ മഹാനടി കഴിഞ്ഞൊരു കൊല്ലം കൂടെ ആയിട്ടു. അപ്പൊ ആണ് എനിക്കൊരു പിച്ച് ടെക്ക് പോലെ കുറെ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് ഒരു ബേസിക് ഇതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എനിക്ക് അയച്ചാണ്. ഞാൻ പറഞ്ഞു അത് ഇത് വീണ്ടും മഹാനട്ടി ഞാൻ എന്നെ കൊണ്ട് പോയി. ഞാനല്ലേ എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും, റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയാന്നൊക്കെ പറഞ്ഞു. ഞാൻ നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീണ്ടും പക്ഷെ എന്നാലും അവൻ പറഞ്ഞു അത് കേട്ട് നോക്കി ശരിയാണ്. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയാ സക്സസ്ഫുൾ എ ഗ്രേറ്റ് സിനിമ. അത് ഏത് ജോണർ ആണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറീസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലെവിടെയെങ്കിലും നല്ല സിനിമയുണ്ട്, നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യും. So ഈ ഒരു ചിത്രം കാന്ത is described as a period noir drama thriller. ഇതിൽ ഏതാ? ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ ഈ പടം ഈ 5-6 കൊല്ലം ഞങ്ങൾക്ക് ലോക്ക് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഓരോ തവണയും ഏത് ജോണറായിരിക്കും, ഇത് എങ്ങോട്ടേക്ക് ഇത് പോകുന്നത്. സെൽവയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഡയറക്ഷനിലോട്ടും പുള്ളി എഴുതിക്കൊണ്ടിരിക്കും. ഇത് എഴുതി വേറെ എവിടെയെങ്കിലും എത്തുമ്പോൾ ഞങ്ങൾ തിരിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ പടത്തിൽ ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇതൊരു ജോണർ ബെൻഡറാണ്. നിങ്ങൾ ചിലപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോണർ ആയിരിക്കില്ല ഒരു ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ആയിരിക്കും രണ്ടാം പകുതി. Okay, perfect. That was എനിക്ക് തോന്നിയ ഒരു question ആണ്. I want to ask you now, Bhagyashree. Dulquer Salman is one of the most celebrated actors in our country right now, whichever language it be. Vijay Deverakonda, done. Dulquer Salman, done. Who next would you like to share the screen with? Anywhere. Oh, okay. You can wish, no? Is there an actor you want to really work with? Malayalamil undengil even better for us. പക്ഷേ you can say whoever. I would love to work with DQ again. Yeah? And then there is... You can take some other names. No, I really admire Prithviraj sir too from Malayalam. So, You really admire? Prithviraj. Oh, Prithviraj, of course. Of course. എന്റെ പൊന്ന് DQ അവിടെ ഒച്ച അലറുന്ന 2-3 ചെക്കന്മാരുണ്ട്. ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്റെ കൂടെ അയ്യോ എന്റെ ചെവി അവര് പൊട്ടിക്കുന്നു. ഭാഗ്യ, come join us. Such terrible behavior. Happy ആയോ? Happy ആയി. ഇനി ആ സൈഡിലേക്കും happy ആയി. അല്ലെങ്കിൽ they'll kill me. Okay. എല്ലാവരും ഉണ്ട് എന്റെ പൊന്നടിക്കും അവിടെയൊക്കെ. But I have to tell you, yeah.